ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലിഥിയം ബാറ്ററി എങ്ങനെ റീചാർജ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ നാൾ കൂടിയാണ് ഈ ചാനലിലേക്ക് ഒരു വീഡിയോ ചെയ്യുന്നത്, മറ്റ് തിരക്കുകൾ കൊണ്ടൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇതൊരു ചെറിയൊരു പവർ ബാങ്കിൻ്റെ ബോർഡാണ്. ഇത് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി റീചാർജ് ചെയ്യാൻ സാധിക്കും. സാധാരണ പഴയ ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അറിയില്ലാത്തൊരു ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മൊബൈലിൻ്റെ കേബിൾ കട്ട് ചെയ്യുക, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും ബാറ്ററി കണക്ട് ചെയ്ത് റീചാർജ് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി ഡാമേജ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ റീചാർജ് ചെയ്താലും അത് പൂർണ്ണമായും ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ ബോർഡ്. ഇതിന് ഒരു 65 രൂപയാണ് നമുക്ക് കടകളിൽ കിട്ടുന്നത്, ഓൺലൈനായിട്ടും കിട്ടും മേടിക്കാൻ. അപ്പോൾ ഇതിന് 2 പോയിൻറ്റുകളാണ് കാണുന്നത്, ഒരു വലിയ USB പോയിൻറ്റും ഒരു മൈക്രോ USB പോയിൻറ്റും. നമുക്കൊരു പവർ ബാങ്കായിട്ട് ഉപയോഗിക്കാം ഈ ബോർഡ്, അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ചാർജിന് ഉപയോഗിക്കാം. വളരെ സിമ്പിളാണ് ഇതിൻ്റെ സർക്യൂട്ട്. 2 വയറുകൾ മാത്രം സോൾഡർ ചെയ്താൽ മതി, ബാറ്ററികളിലേക്കുള്ള ഒരു പോസിറ്റീവ് നെഗറ്റീവും. അതുപോലെ തന്നെ നമുക്ക് ഒരേ സമയം ഒന്നിലധികം ബാറ്ററികളും ഈ ബോർഡ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ബോർഡുകൾ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി പൈസ കുറവായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓൺലൈനിൽ അത്യാവശ്യം കുറച്ച് പൈസ കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇതാണ് ലിഥിയം അയൺ ബാറ്ററി. നമ്മുടെ പവർ ബാങ്ക്, ലാപ്ടോപ്പ് ഇതിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം ബാറ്ററികളാണ്. അപ്പം ഇത്തരം ഒരു ബാറ്ററിക്ക് ഏകദേശം ഒരു 130 രൂപയ്ക്കൊക്കെ നമുക്ക് കടകളിൽ കിട്ടും. 125 പല റേറ്റാണ് പല കടയിലും. വലിയ മാറ്റമൊന്നും വരില്ല, ഏകദേശം ഒരു 130 120 ഇടയ്ക്ക് കിട്ടുന്നതാണ്. ഒരു ബാറ്ററി 2200 mAh ഒക്കെ ആയിരിക്കും സാധാരണ വരുന്നത്. 1500 mAh മുതലുണ്ട്. അങ്ങനെ പല റേഞ്ചിൽ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബോർഡ് ഉപയോഗിച്ച് നമുക്ക് മൊബൈലിൻ്റെ പഴയ ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. വേറെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ബാറ്ററി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ടോർച്ചുകളിലേക്ക് വേണ്ടിയോ അങ്ങനെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൊബൈലിൻ്റെ ബാറ്ററിയാണ് നമ്മൾ റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ അതിൻ്റെ ഉള്ളിലായിട്ടൊരു ബോർഡ് വരുന്നുണ്ട്. അത് എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രം കേട്ടോ ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ബോർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു 5 വോൾട്ട് DC ഔട്ട് പവർ ബാങ്കിൽ നിന്ന് എടുത്ത് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പവർ ഓൺ ചെയ്യുമ്പോൾ അതിൽ റെഡ് ഇൻഡിക്കേറ്റർ ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പം ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ റീചാർജിങ് നടക്കുകയാണ്. ബാറ്ററി ഫുള്ളാകുമ്പോൾ ബ്ലിങ്കിങ് നമുക്ക് ഓഫാവും, ലൈറ്റ് ഫുള്ളായിട്ട് തെളിഞ്ഞിരിക്കും. ഇപ്പോൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാറ്ററി. അപ്പം ബാറ്ററി ഫുള്ളായിട്ടുണ്ട്. അപ്പം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാണ്ട് കത്തി തന്നെ നിൽക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. എല്ലാവർക്കും ബൈ.